ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗോവിന്ദയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്നു. താങ്കളുടെ ഒരു പാട്ട് പോലും ഉണ്ടല്ലോ, ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യും. അങ്ങനെ പടത്തിൽ ചെയ്യുന്നതെല്ലാം താങ്കളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ചെയ്യുന്നത്. ആരും പറയുന്നത് കേൾക്കില്ല. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ബോട്ട് എങ്ങനെ മുക്കാൻ പറ്റുമെന്നാണ്. അതായത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പടത്തിൽ കമ്മിറ്റായി കഴിയുകയാണെങ്കിൽ വളരെ മോശമായ സീനുകളൊക്കെ ആയിരിക്കും തരുന്നത്. ആളുകൾ ഇത് കണ്ട് മോഹം തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുപോലെ സിനിമകളൊക്കെ എത്രയും പെട്ടെന്ന് ബാൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കും. പക്ഷെ വേറെ നല്ല കാര്യമുണ്ട്, വളരെയധികം പബ്ലിസിറ്റി കിട്ടും. പക്ഷെ ഇതൊക്കെ എന്തൊരു പബ്ലിസിറ്റിയാണ്, എന്തിനാണ് ഇതൊക്കെ? ഇതുപോലെയുള്ള സീൻസ് ആണ് താങ്കൾ മാറ്റുന്നത്? മൊത്തമായിട്ടും മാറ്റിയ ഏതെങ്കിലും സീൻസ് ഉണ്ടോ? എക്സാമ്പിൾ? അത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് സാർ. ഞാൻ നിങ്ങളുടെ മാപ്പി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അമിതാഭ് ബച്ചൻ സാർ പോലും ബിഡേമിയ ചോട്ടാമിയ ആരംഭിക്കുമ്പോൾ ആ പടം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കരുതി. കാരണം ആ സമയത്താണ് എൻ്റെ അമ്മ മരിച്ചത്. ഫിലിം ഇൻഡസ്ട്രി വിട്ട് പുറത്തു വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ വളരെയധികം വേദനയിലിരുന്ന സമയത്ത് ഈ പടം മുഴുവൻ കോമഡിയും ചിരിയായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ അമിതാഭ് ബച്ചൻ സാറിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പടമായിരുന്നു. എങ്ങനെയെങ്കിലും ആ പടം ഓടണമെന്ന് കരുതി. അത് മാത്രമല്ല, ആ പടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സീനും ഉണ്ടായിരുന്നു. ആ പടം കണ്ടാൽ നിങ്ങളെന്താ മുഗൾ രാജാവാണെന്നും ഞാനെന്താ അനാർക്കലിയാണെന്നും നിങ്ങൾ വിചാരിച്ചു. എന്തിനാ എന്നെ കൂടെ ഇത്രയും ഡാൻസ് കളിപ്പിക്കുന്നേ? ഇത് എപ്പോഴാണ് എഴുതിയതെന്ന് വെച്ചാൽ ഞങ്ങളൊരു 2-3 ദിവസത്തേക്ക് ബാക്കപ്പിലായിരുന്നു. അപ്പോഴാണ് ഞാനിത് എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഗോവിന്ദയുടെ ആഗ്രഹമാണെന്ന്. ഗോവിന്ദ പറഞ്ഞ ശരിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർമേഷ് മൽഹോത്രയുടെ പടം ദുലേ രാജ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഫുൾ പടം കോമഡിയാണ്, പാട്ടുകളൊക്കെ അടിപൊളി. ക്ലൈമാക്സ് നോക്കുകയാണെങ്കിൽ മിഷൻ ഗൺ എടുത്തുകൊണ്ട് ആളുകളൊക്കെ വരുന്നു. ഇവരൊക്കെ എന്തിനാണ് വരുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ് വില്ലൻസിനൊക്കെ ഹയർ ചെയ്തെന്ന്. വില്ലൻസ് ഹയർ ചെയ്യുമെന്നോ? ഇതൊരു കോമഡി പടമല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. പടം ഫുള്ള കോമഡിയാണ്. ഇതില് പ്രേം ചോപ്ര സാറുണ്ട്, അതുപോലെ മനീഷ് ഉണ്ട്, പിന്നെ വേറെ കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടത്തില് ഫൈറ്റിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് കോമഡി എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം ക്ലൈമാക്സ് ഒക്കെ മാറ്റി എഴുതി. അതിലുണ്ടായിരുന്ന ആക്ഷൻസ് എല്ലാം തന്നെ അവരെല്ലാം ചേർന്ന് ക്യാൻസൽ ചെയ്തു. ഫൈറ്റേഴ്സിനെയൊക്കെ വിളിച്ച് അവരുടെ കാശ് വാങ്ങിക്കണം പറഞ്ഞു. എന്നെ വഴക്ക് പറയില്ലെന്നും ഞാൻ പറഞ്ഞു. പിന്നെ പടം ഷൂട്ട് ചെയ്തു. പടം സൂപ്പർ ഹിറ്റായിരുന്നു സാർ. ഗോവിന്ദ, താങ്കളെ പറ്റി പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ എപ്പോഴും സെറ്റിൽ ലേറ്റായിട്ട് വരുമെന്ന്. ദിവസവും ലേറ്റായിട്ട് വരുന്നത് താങ്കൾക്കൊരു ശീലമാണെന്ന്. ഞാൻ ഒരിക്കലും സമയത്ത് എത്തിയിട്ടേ ഇല്ല. ഈ കുറ്റാരോപണം ഞാൻ സമ്മതിക്കില്ല സാർ, ഞാൻ സമ്മതിക്കില്ല. താങ്കൾ ആപ്കി അദാലത്തിൽ വരാൻ പോലും 25 വർഷങ്ങളല്ലേ എടുത്തത്? ശരിക്കും ഞാൻ ആദ്യമേ ഈ ആപ്കി അദാലത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചതാണ്. 2017 പോലും ഞാൻ ഇതിൽ വരണമെന്ന് ആഗ്രഹിച്ചു. താങ്കളുടെ സ്പെഷ്യാലിറ്റി ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം, താങ്കളുടെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കളെപ്പോലെ ഒരു ഡാൻസർ ആരുമില്ല. താങ്കളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡാൻസ് കളിക്കാൻ താങ്കൾ എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ മുഗൾ രാജാവെന്ന് നേരത്തെ ഉദ്ദേശിച്ചത് നിങ്ങളും കൂടിയാണ്, മനസ്സിലായോ? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സെറ്റിൽ നിന്ന് 2ാമത്തെ സെറ്റിലേക്കും 2ാമത്തെ സെറ്റിൽ നിന്ന് 3ാമത്തെ സെറ്റിലേക്കും 3-4 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യും. ചെറിയ പടങ്ങളായ സമയത്ത് അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ഒരുപാട് സെറ്റുകളിലേക്ക് ഒരേ സമയത്തിന് പോയിട്ടുണ്ട്. 3-4 സെറ്റുകളിൽ ഞാനിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഈ സ്റ്റെപ്പ് ഞാൻ നേരത്തെ സെറ്റ് ചെയ്തതല്ലേ, ദാ ഇവിടെയും ചെയ്യുന്നു അവിടെയും ചെയ്യുന്നു, അങ്ങനെ റിപ്പീറ്റ് ആകുന്നത് വളരെ നല്ലല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ സിനിമയുടെ സ്റ്റൈലും ഒന്ന് തന്നെയാണ്, അതും റിപ്പീറ്റ് ചെയ്യല്ലേ എന്നും കൂടി കരുതി. ഞാനന്ന് ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സൊക്കെ വ്യത്യസ്തങ്ങളായിരുന്നു. എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോയിൻസ് എല്ലാം ഞാൻ പറയുന്ന പോലെ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ നിങ്ങളും ഫോളോ ചെയ്യാൻ പറയുമായിരുന്നു. എൻ്റെ പടങ്ങൾ നോക്കുകയാണെങ്കിൽ 1000 ഡസനോളം പടങ്ങൾ ഹിറ്റാണ്. എല്ലാം ഹിറ്റായിരുന്നു. പിന്നെ താങ്കളെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. താങ്കളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും വളരെ വ്യത്യസ്തമാണെന്ന്. മഞ്ഞൾ കളർ കോട്ട്, പർപ്പിൾ കളർ ഷർട്ട്, പിന്നെ വെള്ള കളർ ഷൂ. നിങ്ങൾ ഇപ്പോൾ വരുന്ന സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ.
ഞാൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് കണ്ട് നിങ്ങളൊക്കെ എനിക്ക് നന്ദി പറയൂ. ഇപ്പോഴൊക്കെ രൺവീർ സിംഗും ഇതുപോലത്തെ സ്റ്റൈലാണ് ഉള്ളത്. രൺവീർ സിംഗിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു സൂപ്പർ സ്റ്റാർ ആണെന്നാണ്. നിങ്ങളുടെ അടുത്ത സിനിമ ഏതാണെങ്കിലും നിങ്ങൾ അതിൽ സക്സസ് ആകണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഒരു ആർട്ടിസ്റ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടത് അയാളുടെ ശരീരഭാഷയും വളരെ വ്യക്തതയും സ്റ്റൈലും ഇതാണ് വേണ്ടത്. പക്ഷേ അയാളുടെ ഉള്ളിൽ ഗർവം എന്നുള്ള കാര്യം ഉണ്ടാവാനേ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ഇപ്പോഴാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. ഇങ്ങനെ തന്നെ കഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ഒരു വലിയ സ്റ്റാറായി മാറും. ഹീ ഈസ് മൈ ഫേവറേറ്റ്. അതുപോലെ താങ്കളെ പറ്റി മറ്റൊരു കാര്യമുണ്ട്. അതായത് താങ്കൾ കോമഡിയൻസിന് ധാരാളം നഷ്ടം ഏർപ്പെടുത്തി. കാരണം കോമഡിയൊക്കെ താങ്കൾ തന്നെ അങ്ങ് ചെയ്യുക. കാരണം എൻ്റെ പടത്തിൽ ഒരുപാട് കോമഡി ഉണ്ടാകും, പക്ഷേ അതൊന്നും കോമഡി പടങ്ങളല്ല. ദിലീപ് സാർ ഒരിക്കലും എന്നോടൊരു കാര്യം പറഞ്ഞു, ഗോവിന്ദ നീ ഒരിക്കലും ട്രാജഡി പടങ്ങൾ ചെയ്യരുത്. സോ എനിക്ക് ഇതാണ് സ്യൂട്ടാവുന്നത്. കോമഡി പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ 14-15 വർഷങ്ങൾ ഞാൻ ടോപ്പിൽ തന്നെയായിരുന്നു. ജനങ്ങളുടെ മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കളോടൊപ്പം അഭിനയിക്കുന്ന ഹീറോയിൻസ് എല്ലാം, അതായത് താങ്കൾ നോക്ക്, നീലം താങ്കളോടൊപ്പം 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, കരീഷ്മയോടൊപ്പം 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, രവീന ടാൻഡനൊപ്പം 10 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ കരിയർ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കരിയർ പ്ലാൻ ചെയ്യുന്നത്? ഹീറോയിൻസിനോടൊപ്പം 10 സിനിമകൾ, പക്ഷേ അമിതാഭ് ബച്ചൻ സാറിനോടൊപ്പം 2 സിനിമകൾ മാത്രം. ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ച് അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിച്ചു. സാർ എന്നോട് ക്ഷമിക്കണം, ഞാനൊരിക്കലും ടൈമിന് വരുന്ന ആളല്ല, എനിക്കൊരിക്കലും വരാനും കഴിയില്ല എന്ന് പറഞ്ഞു. അമിതാഭ് ബച്ചൻ സാർ പഞ്ച്വാലിറ്റിക്ക് അതെ, വളരെ 100% സത്യമാണ് സാർ. അദ്ദേഹത്തെ പോലെ ഒരാള് കറക്റ്റ് സമയത്തിന് വരുന്നു, അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ കൂടെയുള്ളവര് എന്താണ് പറയുന്നത് അറിയാമോ? അവൻ ടൈമിന് വരില്ല, ടൈമിന് വരുന്ന ആളല്ല. അവര് കയ്യിൽ വാച്ച് നോക്കിയാണ് പറയുന്നത്. അമിതാഭ് ബച്ചൻ സാർ എത്രയോ വലിയൊരാളാണ്, അദ്ദേഹം കറക്റ്റ് സമയത്ത് വരുന്നു. പക്ഷെ ഇവനുണ്ടല്ലോ, അവൻ ഒരിക്കലും കറക്റ്റ് സമയത്ത് വരില്ല. പക്ഷെ ഞാൻ അമിതാഭ് ബച്ചൻ സാറിൻ്റെ അടുത്ത്, സാർ ദയവേദി ഇവരുടെ അടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു. ഇവര് സാറിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്, അതേസമയം എന്നെ ഒരുപാട് വഴക്കും പറയുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെയാണെന്ന്. സോ അദ്ദേഹത്തിനോട് ഞാൻ ആദ്യം ക്ഷമ പറഞ്ഞു, പിന്നെ സിനിമ ചെയ്തു. പിന്നെ സൽമാൻ ഖാനോടൊപ്പം താങ്കൾ 2 സിനിമ മാത്രമേ ചെയ്തുള്ളൂ. സൽമാൻ ഖാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതായത് ഒരു പ്രോബ്ലം ഇല്ല, ഐ ലവ് ഹിം. ഐ ഫീൽ ഹീസ് എ വെരി നൈസ് പേഴ്സൺ, വെരി ഗുഡ് ആക്ടർ. അദ്ദേഹം ആപ്തി അദാലത്തിൽ വരുന്ന സമയത്ത് പബ്ലിക് അവരോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ആക്ടർ ആരാണെന്നുള്ള ചോദ്യം. അതിന് അദ്ദേഹം ഗോവിന്ദ എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. രൺബീർ പിന്നെ സൽമാൻ, രണ്ടുപേരും ടോപ്പിൽ തന്നെയുള്ളേ. നിങ്ങൾ ആരെങ്കിലും ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോഴല്ലേ സർ ഷാറുഖ് ഖാൻ സാറിന്റെ കൂടെയുള്ള സാറിന്റെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞത്? അവർ റൊമാൻസ് കിങ് ആണ്, നിങ്ങൾ കോമഡി കിങ് ആണ്. ഞങ്ങൾ എന്തെങ്കിലും ഒരു റോം കോം മൂവി പ്രതീക്ഷിക്കാമോ? നിങ്ങൾ രണ്ടുപേരെയും ഒരേ സ്ക്രീനിൽ കാണാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സർ? ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എടുക്കുന്ന പടങ്ങളൊക്കെ പ്രൊഡ്യൂസർ അല്ല തയ്യാറാക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയാലോ. ആരാണോ ഹീറോ അവരാണ് റെഡിയാക്കുന്നത്. നിങ്ങൾക്കോ അവർക്കും നല്ല നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് അല്ലേ? സൽമാൻ ഖാന് ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്, അമീർ ഖാനും ഉണ്ട്, ഷാറുഖ് ഖാനും ഓൺ പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ അമിതാഭ് ബച്ചൻ സാറിന്റെ കാര്യമാണെങ്കിൽ പറയുകയേ വേണ്ട, ഫുൾ ഇൻഡസ്ട്രിയും അദ്ദേഹത്തിൻ്റെതാണ്. സോ അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു ക്യാരക്ടറും ഒരു സ്റ്റോറിയും ഉണ്ടെങ്കിൽ അവർ വന്ന് എന്നോട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അഭിനയിക്കും. ഷുവർ. എന്റെ ചോദ്യം എന്താണെന്നാൽ നിങ്ങളുടെ പേരെങ്ങനെ ചീച്ചിയെന്ന് വെച്ചു? അത് ഞാൻ പിറക്കാൻ വേണ്ടി അമ്മ ഒരു വലിയ പ്രാർത്ഥന നടത്തിയിരുന്നു. അമ്മയുടെ മുടിയെല്ലാം എടുത്തു, പിരികമെല്ലാം എടുത്തു. അതിനുശേഷമാണ് അറിഞ്ഞത് അമ്മ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ ഞാനൊരു മഹർഷിയുടെ പുത്രനായി. അതിനുശേഷം ഞാൻ ഈ ഭൂമിയിൽ പിറക്കുന്ന സമയത്ത് അമ്മ വലിയ വേദനയിലായിരുന്നു.
അമ്മയുടെ സമയത്ത് അമ്മ വലിയൊരു സ്റ്റാർ ആയിരുന്നു, അച്ഛൻ ഹീറോയുമായിരുന്നു. അവരുടെ ആ കഷ്ടകാല സമയത്ത് അവർ ഒരു ഫോട്ടോ വെച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണൻ ചെറുവിരലുകൊണ്ട് ഗോവർദ്ധന പർവ്വതം ഉയർത്തിയിരുന്ന ഫോട്ടോ. ജിജി എന്നൊരു വാക്ക്, അതിനെ ഇംഗ്ലീഷിൽ ആ വാക്കിനെ എലഗന്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ പഞ്ചാബി ഭാഷയിൽ ചീച്ചി വിരലെന്ന് പറയും. അതുപോലെ ഈ ചെറുവിരലിനെ ശക്തിയുള്ള വിരലെന്ന് പറയും. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ കാരണം കൊണ്ട് തന്നെ ആയിരിക്കും ഭഗവാന്റെ പേര് തന്നെ വെച്ചത്. അത് തന്നെയാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്.